ഞാൻ പാചകം ചെയ്യും. എടാ അമ്മച്ചി വെക്കുന്ന ഇലക്കറിയൊക്കെ ഇവിടെ വന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെച്ച് തരും. അപ്പൊ എല്ലാവിധ ആശംസകളും മുന്തിരിപ്പന്തൽ എന്ന റെസ്റ്റോറൻറ്റിന് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക് യു. അടുത്ത അനു സംസാരിക്കുന്നതാണ്. എനിക്ക് തന്നേക്കുന്ന സമയം 30 സെക്കൻഡ്. എല്ലാവർക്കും നമസ്കാരം. ഉല്ലാസേട്ടൻ്റെ റെസ്റ്റോറൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെയും എൻ്റെയും സ്വന്തം റെസ്റ്റോറൻ്റ് ആണ് അല്ലേ? അതെ അല്ലേ? പൈസ കൊടുക്കണം. ഞാൻ കൊടുത്തോളാം. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ ചേട്ടന്മാരിൽ ഒരാൾ ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ എല്ലാവരുടെയും റെസ്റ്റോറൻറ്റ് പോലെയാണ് നമ്മൾ അങ്ങനെയാണ് കാണുന്നത് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഭക്ഷണം കഴിച്ചു. പൊറോട്ടയും ബീഫ് ഫ്രൈയും പിന്നെ താറാവ് റോസ്റ്റും അല്ലേ? താറാവ് റോസ്റ്റ് അല്ലേ? അതെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന എന്താ പറയുക, മുളക് പൊടി, മല്ലപ്പൊടി, മഞ്ഞപ്പൊടി ഇതൊക്കെ ചേർത്തിട്ടാണ്. പുറത്തുള്ള കെമിക്കലൊന്നും അവർ ആഡ് ചെയ്തിട്ടില്ലെന്ന് എനിക്കതിൽ മനസ്സിലായി. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ജനുവനായിട്ട് പറയാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരും ഈ സ്വാദിഷ്ട ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മുന്തിരിപ്പന്തലിലോട്ട് വരാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കള്ളുഷാപ്പിലൊക്കെ കിട്ടുന്ന ഭക്ഷണം പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ കുറേ പ്രാവശ്യം പോയി. കള്ളു കുടിക്കാനല്ല, ഈ പറയുന്ന ഇങ്ങനെയുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി. കാരണം സാധാരണ റെസ്റ്റോറൻറ്റിലൊന്നും ഇങ്ങനത്തെ ഭക്ഷണം കിട്ടാറില്ല. സാധാരണ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ഇത് വീട്ടിൽ ഉണക്കി പൊടിച്ച മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയൊക്കെ ആണെന്ന് തോന്നുന്നു അല്ലേ? അതല്ലേ? കറക്റ്റ് ആണ്. ഇല്ല, എനിക്ക് ഇങ്ങനത്തെ ഫുഡൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ എന്തായാലും ഈ പറയുന്ന ഉല്ലാസന്റെ ഈ ഒരു മുന്തിരിപ്പന്തൽ അല്ല, ഈ സ്ഥലത്തിന്റെ പേര് പറഞ്ഞു. പന്തല വഴി പോകുമ്പോൾ നിർബന്ധമായിട്ട് ഞാൻ ഉറപ്പായിട്ട് ഇത് കയറും. കാശും തരും കേട്ടോ. ഓക്കെ, ഒന്നും ഫ്രീ ആയിട്ടൊന്നും തരണ്ട. എനിക്ക് കൊളാബൊന്നും വേണ്ട കേട്ടോ. ചിലരൊക്കെ കൊളാബ് പിടിക്കാൻ വേണ്ടി വരും. എനിക്ക് കൊളാബൊന്നും ഓക്കെ. അപ്പൊ എന്തായാലും ഞങ്ങൾ എല്ലാവരും സ്റ്റാർ മാജിക് എല്ലാ ടീംസിനെയും ഇവിടെ ക്ഷണിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇനിയും ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ഇടാൻ സാധിക്കട്ടെ. മിണ്ടാതിരിക്കും. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ആദ്യത്തെ ബില്ലും കൊടുത്തേക്കൂ. ഓക്കെ, അടുത്ത മൃദുല സംസാരിക്കും. അല്ല, ഒരു മൈക്ക് മതിയാവും. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു ആൾക്കാർ കൂടുതൽ സംസാരിക്കാനുള്ളതുകൊണ്ട് നമ്മൾ ഫാമിലി പാക്കേജ് ആയിട്ട് സംസാരിച്ച് വേഗം അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഉല്ലാസേട്ടൻ്റെ മുന്തിരി പന്തൽ എന്ന് പറയുന്ന ഈ ഒരു പുതിയ സംരംഭം പടർന്ന് പന്തലിച്ച് ഒരു വൻ മരമായി തീരട്ടെ എന്ന് നമ്മളെല്ലാവരും ആശംസിക്കുകയാണ്, നമ്മൾ ആഗ്രഹിക്കുകയാണ്, നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. സോ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സ്നേഹവും എല്ലാം വേണം. നമുക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റ് അടിപൊളിയാക്കി തീർക്കണം. നമ്മളിതൊരു ഫുഡ് കഴിച്ചിട്ടില്ല, ഇനി ഫുഡ് കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. ധനു, എല്ലാവർക്കും ഒരു ഹായ് പറയൂ. സുഖമാണോ ചോദിക്കേ? ഭക്ഷണം കഴിച്ചോ ചോദിക്കേ? കഴിക്കാത്തവരൊക്കെ പോയി വേഗം ഫുഡ് കഴിക്കാൻ പറ. ഇനി ഒരു 2 വരി പാട്ട് പാടിയ ബിനീഷ് ബാസ്റ്റിൻ പാടുന്നതിന് മുമ്പ് വേണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് പോവും. കേട്ട് പഠിക്കണേ. പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ പറയണ്ടേ? താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി വീണ്ടും മൃദുലക്ക് ടെൻഷനാണ്. കൊച്ചു തെറ്റിച്ചങ്ങനെ പാടിക്കുന്നത്. മൃദുല അത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇത് കൊച്ചിനെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞിനെ. ആതിര ആങ്കറാണ്. ഉല്ലാസേട്ടാ, എല്ലാ മനുഷ്യർക്കും വയറും മനസ്സും ഒക്കെ നിറച്ച് നല്ല ഭക്ഷണം കൊടുക്കാൻ കഴിയട്ടെ. അപ്പൊ നല്ല ഭക്ഷണം എവിടെ ഉണ്ടെങ്കിലും എല്ലാ വ്യക്തികളും ഓടി നടന്ന് ദൂരം ഒന്നും ഒരു പ്രശ്നമല്ലാതെ വന്ന് കഴിക്കുന്ന ആൾക്കാരാണ്. അതെ, എസ്പെഷ്യലി ഞങ്ങൾ ഇന്ന് രാവിലെയും അങ്ങനെ ഒരു സ്പോട്ട് കണ്ടുപിടിച്ച് കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല നല്ല ഭക്ഷണങ്ങൾ കൊടുക്കാൻ സാധിക്കട്ടെ. മുന്തിരിപ്പന്തൽ ഒരു ഫേമസ് ഹോട്ടലായി വളരട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. തെറ്റിക്കല്ലേന്ന് റിഹേഴ്സൽ ചെയ്തിട്ട് സ്കിറ്റ് കളിച്ചിട്ട് തെറ്റിച്ചിട്ട് നിൽക്കുക. ഇല്ല, ദൈവസഹായം ഇവരുടെ കൂടിയതായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. നമ്മളുടെയൊക്കെ ഭയങ്കരമായിട്ട് ഒരു ബഹുമാനം കൊടുത്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ ഇങ്ങനെ ചേർത്ത് വരില്ല, മക്കളെ എന്ന് പറഞ്ഞിട്ടാണ് ചേർത്ത് പിടിച്ചത്, അങ്ങനെ തന്നെ പറയാം ഈ ചേട്ടന്മാരെല്ലാം. അപ്പോൾ അത്തരം ഒരു ചേർത്തുപിടി ഭയങ്കര സ്നേഹമാണ്. ആ സ്നേഹം ഈ ഭക്ഷണത്തിലൂടെ എല്ലാവർക്കും തരികയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു എന്തായാലും പറയണേ, ഒരു സാധനമുണ്ട്, അത് രുചി. ആ സ്നേഹം നമ്മൾ മനസ്സറിഞ്ഞ് വിളമ്പുമ്പോഴാണ് ഭക്ഷണത്തിന് രുചി ഉണ്ടാവുന്നതെന്നാണ്. അപ്പോൾ ഇവിടുത്തെ ഭക്ഷണത്തിന് ഭയങ്കര രുചിയാണ് എന്നുള്ളത്. ഇപ്പൊ കുറച്ച് മുമ്പ് ഒരു താറാവ് റോസ്റ്റും
അത് കഴിച്ചപ്പോൾ മനസ്സിലായി. നന്ദി. ഹലോ. ബിനീഷിന്റെ ഒരു ഗാനം, ബിനോയുടെ മേലെ 2 കോമഡിയും ബിനീഷിന്റെ പാട്ടും. ഹലോ ചേട്ടാ ഒന്ന് ചെറിയ ഡീലേ. ഹലോ 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 സൗണ്ട് ഇതിൽ കയറ്റുന്നില്ല ഇവിടെ. ഹലോ ചേട്ടാ ഇവിടെ ഇത്തിരി സൗണ്ട്. ഹലോ ചേട്ടാ ഇവിടെ ഇച്ചിരി മോരെന്ന് പറഞ്ഞാൽ ഇവിടെ ഇച്ചിരി സങ്കടം. കുറച്ച് പാടുവാ. അപ്പൊ ഞാൻ മലയാളി എന്ന് പറഞ്ഞൊരു പാട്ട് അത് പാടാം നമുക്കിവിടെ. അതിലും കോറസില്ല ഇല്ല. ഇടക്കൊന്ന് അബ്ദവശാന്നും കൊട്ടല്ലേട്ടാ. അപ്പൊ ഞാൻ മലയാളി എന്ന് പാടിയല്ല. തെറ്റിക്കരുത്.